കുട്ടികളിലെ മടി എപ്പോഴും മടി തന്നെ ആയിരിക്കുമോ? ചില സമയങ്ങളിലെങ്കിലും ഇത് അവരുടെ ഉള്ളിലെ ഉത്കണ്ഠയുടെ അല്ലെങ്കിൽ ആങ്സൈറ്റിയുടെ പ്രതിഫലനങ്ങളായിരിക്കാം. കുട്ടികളിലെ ഉത്കണ്ഠ വെറുമൊരു പേടിയല്ല, അതൊരു സങ്കീർണമായ അവസ്ഥയാണ്. പലപ്പോഴും ഈ വിഷയത്തെ രക്ഷിതാക്കൾ കൃത്യമായി അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. കുട്ടികളിൽ പല രൂപത്തിൽ ഇത് പ്രത്യക്ഷപ്പെടാം. അതിലൊന്നാണ് സെപ്പറേഷൻ ആങ്സൈറ്റി, അതായത് മാതാപിതാക്കളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും അകന്നു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം. മാതാപിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കുട്ടി സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇത് പ്രകടിപ്പിക്കാം. കുട്ടികൾ പലപ്പോഴും പേടി സ്വപ്നം കാണുക, മാതാപിതാക്കളുടെ കൂടെ തന്നെ കിടക്കാൻ നിർബന്ധിക്കുക, സ്കൂളിൽ പോകാൻ വിസമ്മതിക്കുക, സ്കൂളിൽ നിന്ന് തിരികെ എത്തുമ്പോൾ അമ്മ വീട്ടിലില്ലെങ്കിൽ കടുത്ത ശ്വാസം മുട്ടലും കരച്ചിലും ഒക്കെ കാണിക്കുക, അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ ഭയങ്കരമായി ഭയപ്പെടുക. ഇതൊക്കെ സെപ്പറേഷൻ ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങളാകാം. ഓവർ പ്രൊട്ടക്റ്റീവായ രക്ഷിതാക്കളുടെ കുട്ടികളിലാണ് ഈ അവസ്ഥ കൂടുതലായി ഉണ്ടാകുന്നത്. സ്കൂളിൽ പോകാൻ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘട്ടത്തിൽ മാതാപിതാക്കളെ പിരിയേണ്ടി വരുമ്പോൾ കുട്ടികൾ ചില സൊമാറ്റിക് സിംറ്റംസ് കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന്, പ്രത്യേകിച്ച് മെഡിക്കൽ റീസൺസ് ഒന്നുമില്ലാതെ വയറുവേദന, തലവേദന, ഓക്കാനം, നെഞ്ചിടിപ്പ് എന്നിവയൊക്കെ പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ എപ്പോഴും മാതാപിതാക്കളെ ഒട്ടിപ്പിടിച്ച് ഒരു ക്ലിങ്ങിങ് ബിഹേവിയർ കാണിക്കുക, വീട്ടിൽ പോലും മറ്റൊരു മുറിയിൽ തനിച്ചിരിക്കാൻ ഭയപ്പെടുക. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് സെപ്പറേഷൻ ആങ്സൈറ്റിയിലേക്കായിരിക്കാം. പലപ്പോഴും വാശിയായോ മടിയായോ ഇത്തരം ലക്ഷണങ്ങളെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഓർക്കുക, ഗൗരവമായി ഈ വിഷയത്തെ സമീപിക്കുകയും കൃത്യമായ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ കുട്ടികൾക്ക് നൽകുകയും വേണ്ടത് വളരെ അത്യാവശ്യമാണ്. താങ്ക്